നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നാം കണ്ടത് ജീവിതത്തിൽ വിജയിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി വലിയ സ്വപ്നങ്ങൾ കാണുക. രണ്ടാമതായി അത് നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ ഇവ രണ്ടും ഒരുമിച്ച് ചെയ്താൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതിനാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന വിജയം, അതായത് സക്സസ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ വലിയ സ്വപ്നങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിനെയാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം നടത്തിയെടുക്കേണ്ടുന്ന, ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നിനെ ആദ്യത്തെ ലക്ഷ്യമാക്കുക. അങ്ങനെ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. കാരണം ആ ലക്ഷ്യത്തിലേക്ക് ഏതൊക്കെ മാർഗങ്ങളിൽ കൂടി എത്ര സമയമെടുത്ത് എങ്ങനെ നീങ്ങണമെന്ന് തീരുമാനിക്കുവാനും അതനുസരിച്ച് വളരെ ശ്രദ്ധയോടെ നീങ്ങി അതിൽ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ വിജയത്തിലേക്കുള്ള യാത്രയിൽ ഒപ്പം ഉള്ളതാണ് തോൽവി എന്നതും. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും അത് സംഭവിച്ചേക്കാം. അതിനെ നേരിടാനുള്ള തൻ്റെടത്തോടെ വേണം ഈ യാത്ര തുടങ്ങാൻ. തോൽവികൾ ഉണ്ടായാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ കഴിവില്ല എന്നോ നിങ്ങൾ അതിന് അർഹരല്ല എന്നോ അല്ല അർത്ഥം. പകരം നിങ്ങൾ സ്വീകരിച്ച മാർഗം അല്പം തെറ്റിപ്പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടി പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം എന്നത് മാത്രമാണ്. അത് മനസ്സിലാക്കി പുതിയ വഴികൾ കണ്ടെത്തി കഠിനമായി പരിശ്രമിക്കുക. ഓരോ തോൽവിയെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാത്രം കണക്കാക്കുക. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ജീവിതത്തിൽ പല സ്ഥലത്തും തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവർ ആണ്. ഓർക്കുക, നമ്മൾ ആരും തന്നെ ജനിച്ചു വീണപ്പോൾ മുതൽ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയവരല്ല. പലതവണ വീണ് വീണ്ടും എഴുന്നേറ്റ് അങ്ങനെ ശ്രമിച്ചാണ് എല്ലാവരും നടന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാതെ വന്നാൽ അവിടെ തളർന്നു വീണ് പരിശ്രമങ്ങൾ ഉപേക്ഷിക്കാതെ പുതിയ വഴികൾ കണ്ടുപിടിച്ച് കൂടുതൽ ശക്തമായി, കഠിനമായി പ്രയത്നിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് അത് നേടിയെടുക്കാൻ നോക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുകയും എന്നാൽ കഠിനമായി ശ്രമിച്ച് പിന്നീടത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി പരിശ്രമിച്ച ഉടനെ ലഭിക്കുന്ന വിജയത്തിനേക്കാൾ വളരെ കൂടുതൽ ആയിരിക്കും അത്. എന്നാൽ അതേസമയം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന വിജയത്തിൽ സ്വയം മറന്ന് ഒരുപാട് സന്തോഷിക്കാതെ ഇരിക്കുക. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന തോൽവികളെ ഹൃദയത്തിലേക്ക് എടുത്ത് ഒരുപാട് ദുഃഖിക്കാതെയും ഇരിക്കുക. കാരണം ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ജീവിതകാലം മുഴുവനും ഓരോ വ്യത്യസ്ത കാര്യങ്ങൾക്കായി പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ വലിയ ലോകത്ത് നാം നേടിയെടുക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുത്തവരും അതേപോലെ ആദ്യ പരിശ്രമത്തിൽ തന്നെ വിജയം നേടിയവരും ആയിരിക്കില്ല എല്ലാവരും. ജീവിതത്തിൽ വിജയം നേടിയെടുത്തിരിക്കുന്ന ഏതൊരാളുടെയും അതിനു മുൻപുള്ള ജീവചരിത്രം നോക്കിയാൽ അവർ നേരിട്ടിട്ടുള്ള ഒരുപാട് തോൽവികൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്.
വിജയം എന്നതിൻ്റെ അച്ഛനായി അറിയപ്പെടുന്നത് സ്ഥിരതയും അമ്മയായി അറിയപ്പെടുന്നത് തോൽവിയുമാണ്. അതായത് ലക്ഷ്യം നേടുന്നതുവരെ സമയം നോക്കാതെ മാറ്റമില്ലാതെ സ്ഥിരതയോടെ നടത്തുന്ന പരിശ്രമത്തിനെയും തോൽവിയിൽ തളർന്നു പോകാതെ അതിൽ നിന്നും പുതിയ അറിവുകൾ ഉൾക്കൊണ്ട് പുതിയ വഴികളിലൂടെ വീണ്ടും നടത്തുന്ന കഠിന പരിശ്രമത്തിനെയുമാണ് വിജയത്തിൻ്റെ അച്ഛനും അമ്മയുമായി കാണുന്നത്. തോൽവികൾ ഒരിക്കലും നിങ്ങളെ വിജയത്തിൽ നിന്നും അകറ്റുന്നില്ല. മറിച്ച് ഇനി പരിശ്രമിച്ചാലും വീണ്ടും തോറ്റുപോകുമോ എന്ന നിങ്ങളുടെ ഭയമാണ് വിജയത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്നത്. അതിനാൽ എത്ര തവണ പരിശ്രമിച്ചിട്ടായാലും ഞാനത് നേടിയെടുക്കും, എനിക്കതിന് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക. ഉറപ്പായും നിങ്ങളത് നേടിയെടുത്തിരിക്കും. അങ്ങനെ വിജയത്തിൽ എത്തുകയും ചെയ്യുന്നതാണ്. ഈ വിജയം എന്നതിനെ വളരെ ലഘുവായി കരുതുക. അതായത് ശരിയായ കാര്യം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ വിജയം എന്നത് സംഭവിക്കുന്നു. ജീവിതത്തിൽ വിജയം നേടുക എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ മാത്രം അളവ് നോക്കിയല്ല കണക്കാക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കുന്നതും പലതരത്തിലുള്ള കാര്യങ്ങളിൽ ആയിരിക്കും. അങ്ങനെ സ്വന്തം പരിശ്രമത്തിലൂടെ ലക്ഷ്യം നേടുകയും വിജയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ആത്മാഭിമാനവും ആത്മസംതൃപ്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നേടിയെടുക്കുവാൻ വേണ്ട കരുത്തും പ്രചോദനവും നൽകുന്നതാണ്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമത്തിന് വിലയും അംഗീകാരവും ലഭിക്കുന്നു. നിങ്ങളെ ജീവിതത്തിൽ വിജയിച്ച ഒരാളായി സമൂഹം അംഗീകരിക്കുന്നു. എന്നാൽ ആ അംഗീകാരത്തേക്കാൾ വലുതാണ് ആ ജയം വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. അതിനാൽ ഇതുവരെയും നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് ഉള്ള യാത്ര തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഇന്നു മുതൽ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുക. ഒന്നാമതായി, ഒരു ലക്ഷ്യം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. 2. ആത്മവിശ്വാസം ഉള്ളവർ ആകുക. 3. ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. 4. മുന്നോട്ടുള്ള വഴികളിൽ സൂക്ഷിച്ച് ശ്രദ്ധയോടെ നീങ്ങുന്നവർ ആകുക. 5. മാറ്റങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാവുക. 6. ശുഭാപ്തി വിശ്വാസം ഉള്ളവർ ആകുക. 7. സത്യസന്ധത പുലർത്തുവാൻ ശ്രദ്ധിക്കുക. 8. ബുദ്ധിയും കഴിവുകളും നന്നായി ഉപയോഗിക്കുക. 9. തോൽവികളിൽ തളരാത്തവർ ആകുക. 10. പെട്ടെന്ന് ചിന്തിച്ച് പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നവർ ആകുക. 11. കഠിന പരിശ്രമം നടത്തുവാൻ മനസ്സിനെ തയ്യാറാക്കുക. 12. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും തയ്യാറെടുപ്പും ഉണ്ടായിരിക്കുക. 13. സ്ഥിരോത്സാഹം ഉള്ളവർ ആയിരിക്കുക. 14. കൃത്യസമയം വയ്ക്കാതെ സ്ഥിരതയോടെ പരിശ്രമിക്കുന്ന ആളുകൾ ആകുക. 15. എല്ലാത്തിനും പുറമെ നന്ദിയുള്ളവർ ആയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് കരുതി ഉപേക്ഷിക്കരുത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞിരുന്നതുകൂടി ചുരുക്കത്തിൽ ഇവിടെ ഒന്ന് പറഞ്ഞതാണ്. കാരണം ഇവയെല്ലാം ചേരുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയുള്ള ഗുണങ്ങളാണ്. ഒന്നും നിങ്ങൾ പുറമേ നിന്നും വാങ്ങി എടുക്കേണ്ടതല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ ശക്തിയെയും കഴിവുകളെയും കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. അതിനാൽ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ആവശ്യങ്ങളിലേക്ക് എത്തുവാൻ, അത് നേടിയെടുക്കുവാൻ ഇന്നു മുതൽ
പരിശ്രമിച്ചു തുടങ്ങുക. ഉറപ്പായും നിങ്ങൾ അതിൽ വിജയം നേടിയിരിക്കും.